നമസ്കാരം. കടം പൂർണ്ണമായി ഒഴിഞ്ഞുപോകാൻ ഈ രഹസ്യക്കൂട്ട് ആരും കാണാതെ സൂക്ഷിക്കുക. കടബാധ്യതകൾ മാറാനും വീട്ടിൽ ലക്ഷ്മീദേവിയുടെ സാന്നിധ്യം ഉറപ്പാക്കാനും സഹായിക്കുന്ന അതിശക്തമായ ഒരു വിദ്യയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഈ കർമ്മം? ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ കടം, രോഗം, ദുരിതം ഇതിന്റെയൊക്കെ മൂലകാരണം എന്താണ്? അടിസ്ഥാന ആശയം തന്നെ രണ്ട് ശക്തികളെക്കുറിച്ചാണ്. മഹാലക്ഷ്മിയും പിന്നെ മൂദേവിയും. മഹാലക്ഷ്മി ഐശ്വര്യത്തിന്റെ ദേവതയാണെന്ന് നമുക്കറിയാം. അതെ. എന്നാൽ കടം, രോഗം, ദുരിതം, പിന്നെ നമ്മുടെ ഒരു മടിയുണ്ടല്ലോ, ഇതിന്റെയൊക്കെ കാരണമായി അവർ പറയുന്നത് മൂദേവിയുടെ സാന്നിധ്യമാണ്. മൂദേവി, അതായത് ഒരു നെഗറ്റീവ് എനർജി. അതെ, ഒരു നെഗറ്റീവ് ഊർജത്തിന്റെ പ്രതീകം. ഒരു വീട്ടിൽ മൂദേവിയുടെ വാസമുണ്ടെങ്കിൽ അവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് ആ വിശ്വാസം. ഓ. അപ്പോ ഈ കർമ്മത്തിന്റെ പ്രധാന ലക്ഷ്യം ഈ നെഗറ്റീവ് ഊർജത്തെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക, എന്നിട്ട് അവിടെ മഹാലക്ഷ്മിയെ കുടിയിരുത്തുക. ഇതിനുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വസ്തു നമ്മുടെയെല്ലാം അടുക്കളയിലുള്ള കല്ലുപ്പാണെന്നും പറയുന്നു. ഒരു സാധാരണ ഉപ്പിന് ഇത്രയും വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? കല്ലുപ്പ് വെറും ഒരു രുചിക്കൂട്ടല്ല, അത് സാക്ഷാൽ മഹാലക്ഷ്മി വസിക്കുന്ന ഒരു ദിവ്യവസ്തുവാണെന്നാണ്. ഓഹോ, മഹാലക്ഷ്മിയുടെ പ്രത്യക്ഷ രൂപമായിട്ടാണോ? അതെ, കല്ലുപ്പിനെ മഹാലക്ഷ്മിയുടെ പ്രത്യക്ഷ സ്വരൂപമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് കല്ലുപ്പ് ഉപയോഗിക്കുമ്പോൾ ലക്ഷ്മി കടാക്ഷം കൂടും, സാമ്പത്തിക അഭിവൃദ്ധിയുണ്ടാകും, അങ്ങനെയാണ് വിശ്വാസം. ശരി. അപ്പോ ഈ കർമ്മം ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത്? കല്ലുപ്പ് മാത്രം മതിയോ? അല്ല. ഒന്നാമതായി വായു കടക്കാത്ത ഒരു കണ്ണാടി പാത്രം വേണം. ഗ്ലാസ് ബോൾ പോലെ എന്തെങ്കിലും? അതെ, ഒരു ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ വായുവെട്ടം കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു കണ്ണാടി കുപ്പിയോ മതി. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണ്? പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന് പ്രത്യേകം പറയുന്നു. ഓക്കേ, ഗ്ലാസ് തന്നെ വേണം. അതെ. പിന്നെ വേണ്ടത് കല്ലുപ്പാണ്. അതിലും ഒരു നിബന്ധനയുണ്ട്. അതെന്താണ്? നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന കല്ലുപ്പ് ഇതിനായിട്ട് എടുക്കരുത്. കടയിൽ നിന്ന് പുതിയൊരു പാക്കറ്റ് തന്നെ വാങ്ങണം. പൂജയ്ക്കൊക്കെ വേണ്ടി നേരത്തെ വാങ്ങിവെച്ചത് ഉപയോഗിക്കാമോ? അത് ഉപയോഗിക്കാം. പൂജാകർമ്മങ്ങൾക്കായി വീട്ടിൽ നേരത്തെ വാങ്ങിവെച്ചിട്ടുള്ള കല്ലുപ്പാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പൊടിയുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. അപ്പോ കണ്ണാടി പാത്രം, പുതിയ കല്ലുപ്പ്, പിന്നെ ഒരു കഷ്ണം ഉണങ്ങിയ മഞ്ഞൾ, അതോടൊപ്പം ഒരു കഷ്ണം വയമ്പും. ഈ മഞ്ഞളും വയമ്പും ഒക്കെ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിലും എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായും. മഞ്ഞളിനെ ഏറ്റവും മംഗളകരമായ ഒന്നായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അതെ. അതിലും മഹാലക്ഷ്മിയുടെ അംശമുണ്ടെന്നാണ് വിശ്വാസം. അപ്പോ ലക്ഷ്മിയുടെ അംശമുള്ള മഞ്ഞൾ ലക്ഷ്മിയുടെ സ്വരൂപമായ കല്ലുപ്പുമായി ചേരുമ്പോൾ അതിന്റെ ശക്തി കൂടും. വയമ്പിന്റെ കാര്യവും അതുപോലെയാണ്. വയമ്പും ലക്ഷ്മി ചൈതന്യം നിറഞ്ഞ ഒരു ദിവ്യവസ്തുവായാണ് കണക്കാക്കുന്നത്. ധനവരവിലുള്ള തടസ്സങ്ങൾ നീക്കാൻ വയമ്പിന് കഴിയുമെന്നാണോ? അതെ, സമ്പത്തിനെ ആകർഷിക്കാൻ വയമ്പിന് ഒരു പ്രത്യേക കഴിവുണ്ടെന്നും കല്ലുപ്പുമായി ചേരുമ്പോൾ ഈ ശക്തി കൂടുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ശരി. അപ്പോ സാധനങ്ങളെല്ലാം റെഡി. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിലേക്ക് കടക്കാം. സമയവും ദിവസവുമൊക്കെ പ്രധാനമാണോ? വളരെ പ്രധാനമാണ്. ലക്ഷ്മീദേവിയുടെ സാന്നിധ്യം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ വേണം ഈ കർമ്മം ചെയ്യാൻ. ആ ദിവസങ്ങളിൽ എപ്പോ വേണമെങ്കിലും ചെയ്യാമോ? എപ്പോ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഏറ്റവും നല്ല ഫലം കിട്ടാൻ ചില പ്രത്യേക സമയങ്ങളുണ്ട്. അതിനെ ശുക്രഹോര എന്നാണ് പറയുന്നത്. എന്താണ് ഈ ശുക്രഹോര? അതൊരു ജ്യോതിഷപരമായ സമയമാണ്. വെള്ളിയാഴ്ചയാണെങ്കിൽ പുലർച്ചെ 6-നും 7-നുമിടയിൽ, ഉച്ചയ്ക്ക് 1-നും 2-നുമിടയിൽ, രാത്രി 8-നും 9-നുമിടയിൽ. ചൊവ്വാഴ്ചയോ? ചൊവ്വാഴ്ച രാവിലെ 8-നും 9-നുമിടയിൽ, ഉച്ചതിരിഞ്ഞ് 3-നും 4-നുമിടയിൽ, പിന്നെ രാത്രി 10-നും 11-നുമിടയിൽ. ഓക്കെ. അപ്പോൾ ഈ സമയങ്ങളിൽ ചെയ്യേണ്ട കൃത്യമായ രീതി എങ്ങനെയാണ്? ഉറവിടത്തിൽ പറയുന്ന ഘട്ടങ്ങൾ ഇങ്ങനെയാണ്. വളരെ ലളിതമാണ്. ആദ്യം കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞു നിൽക്കുക. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം, അതായത് കടം മാറണം, സമ്പത്ത് വർദ്ധിക്കണം എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പിടി കല്ലുപ്പെടുക്കുക. ഓക്കെ. ആ കല്ലുപ്പ് പ്രാർത്ഥനയോടെ കണ്ണാടി പാത്രത്തിലേക്ക് ഇടണം. പാത്രത്തിന്റെ ഒരു പകുതിയോളം കല്ലുപ്പ് നിറയ്ക്കുക. എന്നിട്ടോ? ശേഷം അതേ ആഗ്രഹം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഉണങ്ങിയ മഞ്ഞളിന്റെ കഷ്ണമെടുത്ത് കല്ലുപ്പിന്റെ ഉള്ളിലേക്ക് ആഴ്ത്തിവെക്കണം. ശരി. അതിനുശേഷം ഇഷ്ടമൂർത്തികളെയും ലക്ഷ്മീദേവിയെയും പ്രാർത്ഥിച്ചുകൊണ്ട് വയമ്പിന്റെ കഷ്ണം ഒരു ചെടി നടുന്നതുപോലെ
കുത്തനെ നിൽക്കുന്ന രീതിയിൽ ആ കല്ലുപ്പിൽ ഉറപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഉപ്പ്, പിന്നെ മഞ്ഞള്, പിന്നെ വയമ്പ്. അതെ. അവസാനമായി വീണ്ടും സാമ്പത്തിക അഭിവൃദ്ധിക്കും പുതിയ വരുമാന മാർഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പാത്രത്തിന്റെ ബാക്കി ഭാഗം കൂടി കല്ലുപ്പുകൊണ്ട് നിറയ്ക്കണം. എന്നിട്ട് ഈ പാത്രം ഭദ്രമായി അടച്ച് ആരും കാണാത്ത രീതിയിൽ പൂജാമുറിയിലോ അടുക്കളയിലോ എവിടെയെങ്കിലും സൂക്ഷിക്കുക. വീട്ടിലുള്ളവർ കാണുന്നതിൽ കുഴപ്പമുണ്ടോ? ഇല്ല, വീട്ടിലുള്ളവർ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പുറത്തു നിന്നുള്ളവരുടെ ദൃഷ്ടിയിൽ പെടരുത് എന്നാണ് പറയുന്നത്. ശരി. അപ്പോൾ ഇതെല്ലാം ചെയ്താൽ എന്താണ് ഫലം? ഈ കർമ്മം ചെയ്യുന്നതോടെ വീട്ടിലെ നെഗറ്റീവ് ഊർജം മുഴുവനായിട്ട് മാറും. ആ മൂദേവിയുടെ സാന്നിധ്യം ഇല്ലാതാകും. അതെ, ലക്ഷ്മി ദേവിയുടെ നിരന്തര സാന്നിധ്യം അവിടെ ഉണ്ടാകും. പിന്നെ ഈ കണ്ണേറ്, അസൂയ അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ അകന്നുപോകും. മടിയും ആലസ്യവും മാറി നല്ല ഉത്സാഹം വരും. ചെയ്യുന്ന തൊഴിലിൽ നിന്നും ബിസിനസ്സിൽ നിന്നുമൊക്കെ വരുമാനം വർദ്ധിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. ഈ പാത്രത്തിൽ വെച്ച ഉപ്പ് പിന്നീട് നമ്മൾ എന്തെങ്കിലും ചെയ്യണോ? വേണം. അതിനൊരു ദൈനംദിന ഉപയോഗമുണ്ട്. ആഴ്ചയിലൊരിക്കൽ ദൃഷ്ടിദോഷം ഒഴിവാക്കാൻ ഒരു കർമ്മം ചെയ്യണം. വീട്ടിലേക്ക് പണം കൊണ്ടുവരുന്നത് ആരാണോ ആ പ്രധാന വ്യക്തി, അവർ ചൊവ്വ, വെള്ളി ഒഴികെയുള്ള ദിവസങ്ങളിൽ ഇതിൽ നിന്ന് ഒരു അല്പം കല്ലുപ്പെടുക്കുക. എന്നിട്ട് അത് തലയ്ക്കു മുകളിൽ 3 തവണ ഒഴിയണം. ശേഷം ശരീരമാസകലം ഒഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് അത് അലിയിക്കുക. ആ വെള്ളം പിന്നെ എന്ത് ചെയ്യണം? ആ വെള്ളം സിങ്കിലൂടെ ഒഴിച്ചു കളയാം, അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത ഏതെങ്കിലും സ്ഥലത്ത് പുറത്തു കളയാം. ഇങ്ങനെ ചെയ്യുന്നത് ശരീരത്തിലുള്ള ദോഷങ്ങൾ മാറാനാണല്ലേ? അതെ, സകല ദോഷങ്ങളും മാറാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് നല്ലതാണ്. ഒരു കാര്യം, നമ്മൾ ഇതിൽ നിന്ന് ഉപ്പ് എടുക്കുമ്പോൾ പാത്രത്തിൽ ഉപ്പ് കുറയുമല്ലോ. നല്ല ചോദ്യമാണ്. ഉപ്പ് എടുത്തു കഴിയുമ്പോൾ പാത്രത്തിൽ വീണ്ടും പുതിയ കല്ലുപ്പ് നിറച്ചു വെക്കണം. അതെപ്പോഴും നിറഞ്ഞിരിക്കണം. ഓക്കെ, ഇതൊരു സ്ഥിരം പ്രക്രിയയാണോ അതോ എപ്പോഴെങ്കിലും ഈ പാത്രത്തിലുള്ളത് മാറ്റേണ്ടതുണ്ടോ? മാറ്റണം. 1 മാസത്തിന് ശേഷം ഏതെങ്കിലും ഒരു തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ഈ പാത്രത്തിലുള്ള കല്ലുപ്പ് മുഴുവനും എടുത്ത് വെള്ളത്തിൽ ലയിപ്പിക്കണം. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒഴിച്ചുകളയണോ? അതെ, അതേപോലെ ഒഴിച്ചു കളയണം. അതിലെ മഞ്ഞളും വയമ്പും ഒന്നുകിൽ അഗ്നിയിലിടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജലാശയത്തിൽ ഒഴുക്കാം. മരച്ചുവട്ടിൽ വെക്കാമോ? വെക്കാം. ആരും ചവിട്ടാത്ത മരച്ചുവട്ടിൽ വെക്കാം. ഒരു തവണ കൂടി ഈ മഞ്ഞളും വയമ്പും അടുത്ത കർമ്മത്തിനായി ഉപയോഗിക്കാമെന്നും പറയുന്നുണ്ട്. അതിനുശേഷം എപ്പോഴാണ് പുതിയത് തുടങ്ങേണ്ടത്? അതിനുശേഷം വരുന്ന ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഈ കർമ്മം വീണ്ടും ആദ്യം മുതൽ തുടങ്ങാവുന്നതാണ്. ശരി. ഈ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇതൊക്കെ നടക്കുമോ, അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണ് എന്നൊക്കെയുള്ള സംശയങ്ങളോ നെഗറ്റീവ് ചിന്തകളോ മനസ്സിലുണ്ടാകരുത് എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. പൂർണ്ണമായി വിശ്വസിക്കണമെന്നാണോ? പൂർണ്ണമായി വിശ്വസിച്ചില്ലെങ്കിൽ പോലും ഇത് ഫലമില്ലാത്ത ഒന്നാണ് എന്ന ചിന്തയോടെ ഇതിനെ സമീപിക്കരുത്. ഫലം ലഭിക്കുമ്പോൾ മാത്രം വിശ്വസിച്ചാൽ മതി, പക്ഷേ അതിനു മുമ്പ് അവിശ്വസിക്കരുത്. അപ്പം കല്ലുപ്പ്, മഞ്ഞൾ, വയമ്പ് ഈ 3 വസ്തുക്കൾ ഉപയോഗിച്ച് പ്രത്യേക ദിവസങ്ങളിലും സമയങ്ങളിലും ചെയ്യുന്ന ഒരു കർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതെ, നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കി ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉറപ്പിച്ച് സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം.